കാർഷിക വാർത്തകൾ. റബ്ബർ വിപണിയിലെ മാന്ദ്യം തുടരുന്നു. സംസ്ഥാനത്ത് നിന്നുള്ള ഷീറ്റ് സംഭരണ നിരക്ക് വെട്ടിക്കുറച്ച് ടയർ നിർമ്മാതാക്കൾ. നാളികേരത്തിനും രക്ഷയില്ല, തിരിച്ചുവരവിൽ ഏലം. രാജ്യാന്തര റബ്ബറിനെ ബാധിച്ച മാന്ദ്യം രണ്ടാം ദിവസവും തുടർന്നതോടെ ബാങ്കോക്കിൽ ഷീറ്റ് വില ഇടിഞ്ഞു. ഇറക്കുമതി രാജ്യങ്ങളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ കുറഞ്ഞതിനാൽ തായ്ലൻഡിൽ റബ്ബർ വില കിലോ 205 രൂപയായി. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗത്തെ വിൽപ്പന സമ്മർദ്ദം വാങ്ങലുകാരെ പുതിയ ബാധ്യതകളിൽ നിന്നും അകറ്റി. ജാപ്പനീസ് മാർക്കറ്റിൽ റബ്ബർ അവധി വിലകളിലുണ്ടായ തളർച്ച ഇതര വിപണികളിലേക്കും വ്യാപിച്ചു. സംസ്ഥാനത്തു നിന്നുള്ള ഷീറ്റ് സംഭരണ നിരക്ക് ടയർ നിർമ്മാതാക്കൾ കുറച്ചു. 4ാം ഗ്രേഡിന് 100 രൂപ കുറഞ്ഞ് 19,100 രൂപയായി. ലാറ്റക്സ് 12,700 രൂപയിലും വിപണനം നടന്നു. പ്രതികൂല കാലാവസ്ഥ മൂലം ടാപ്പിംഗ് ഒട്ടുമിക്ക ഭാഗങ്ങളിലും സ്തംഭിച്ചതിനാൽ നിരക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. ഇതിനിടയിൽ തായ്ലൻഡിൽ നിന്നുള്ള റബ്ബർ കയറ്റുമതി ജനുവരിയിൽ 2.38 ലക്ഷം ടണ്ണായി ഉയർന്നു. തൊട്ടു മുൻവർഷത്തെ അപേക്ഷിച്ച് കയറ്റുമതിയിൽ 6% വർധന. ശിവരാത്രിയുടെ അവധി ആലസ്യത്തിലായിരുന്നു നാളികേരോൽപ്പന്ന വിപണി. വിപണിയിൽ ഇന്ന് ഇടപാടുകൾ പുനരാരംഭിച്ചെങ്കിലും വ്യവസായികളിൽ നിന്നുള്ള വാങ്ങൽ താൽപര്യം കുറഞ്ഞത് കൊപ്രയുടെ മുന്നേറ്റത്തിന് തടസ്സമായി. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ വെളിച്ചെണ്ണ കൊപ്ര വിലകൾ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും വിലയിൽ മാറ്റമില്ല. ഏലയ്ക്ക വിലയിൽ ചെറിയ തോതിലുള്ള തിരിച്ചുവരവ്. കയറ്റുമതിക്കാരും ആഭ്യന്തര വാങ്ങലുകാരും ലേലത്തിൽ കാണിച്ച താൽപര്യത്തിൽ മികച്ച ഇനങ്ങൾ വീണ്ടും 3000 രൂപയ്ക്ക് മുകളിൽ ഇടം കണ്ടെത്തി. വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോ 3029 രൂപയിലും ശരാശരി ഇനങ്ങൾ 2780 രൂപയിലുമാണ് വിൽപ്പന നടന്നത്. ഇതിനിടയിൽ അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ അടുത്ത സീസണിൽ ഉൽപാദനത്തെ ബാധിക്കുമോ എന്ന ഭീതിയിലാണ് ഒരു വിഭാഗം. വരണ്ട കാലാവസ്ഥ മുൻനിർത്തി ആഭ്യന്തര വിദേശ വ്യാപാരികൾ ലേലത്തിൽ താൽപര്യം കാണിച്ചു. മൊത്തം 50,022 കിലോ ചരക്കിൽ 49,692 കിലോയും ഇടപാടുകാർ മത്സരിച്ച് ലേലം കൊണ്ടു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. നിർബന്ധിത ചണ പാക്കിംഗ് പഞ്ചസാരയുടെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്ന പരാതിയുമായി പഞ്ചസാര മില്ലുകാർ. ചണച്ചാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ ജൂട്ട് വ്യവസായം വഴിമുട്ടുമെന്ന ജൂട്ട് മിൽ അസോസിയേഷൻ. പഞ്ചസാരയുടെ ചണം പാക്കേജിംഗിൽ പ്രതിസന്ധികൾ നേരിടുന്നുവെന്ന് പഞ്ചസാര മില്ലുകളും പഞ്ചസാര വ്യവസായ അസോസിയേഷനുകളും കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും വ്യക്തമാക്കി. കൊൽക്കത്ത ഹൈക്കോടതി മുമ്പാകെയാണ് ഭക്ഷ്യവകുപ്പ് ഇക്കാര്യം അറിയിച്ചത്. മൊത്തം പഞ്ചസാര ഉൽപാദനത്തിന്റെ 20% നിർബന്ധിത ചണം പാക്കേജിംഗിൽ നിന്ന് ഇളവുകൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഇക്കാര്യം കോടതിയെ ബോധിപ്പിച്ചത്. ചണച്ചാക്ക് ഈർപ്പം വലിച്ചെടുക്കുമെന്നതിനാൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്നാണ് പഞ്ചസാര അസോസിയേഷനുകളുടെ പരാതി. മാർച്ച് 4-നാണ് അടുത്ത വാദം കേൾക്കൽ. ജൂട്ട് പാക്കേജിംഗ് മെറ്റീരിയൽസ് ആക്ട് തുടർച്ചയായി നടപ്പിലാക്കുന്നതിനെ അനുകൂലിക്കുന്ന ഇന്ത്യൻ ജൂട്ട് മിൽസ് അസോസിയേഷൻ ഇതിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വാദം വിശകലനം ചെയ്ത് മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഞ്ചസാര മില്ലുകളും സ്വകാര്യ ഭക്ഷ്യധാന സംഭരണികളും നിയമം പാലിക്കാത്തതിലൂടെ ചണം വ്യവസായത്തിന് കനത്ത നഷ്ടം സംഭവിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഗോള വിപണിയിൽ വെള്ളക്കുരുമുളകിന് വൻ ഡിമാൻഡ്. യൂറോപ്യൻ രാജ്യങ്ങളാണ് വെള്ളക്കുരുമുളകിന്റെ പ്രധാന ഉപഭോക്താക്കൾ. ഇറക്കുമതി രാജ്യങ്ങൾ വെള്ളക്കുരുമുളകിന് വേണ്ടി പരക്കം പായുകയാണ്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളക്കുരുമുളക് ഉൽപ്പാദിപ്പിച്ചിരുന്ന ബ്രസീൽ ചരക്കുക്ഷാമം മൂലം രംഗത്തുനിന്ന് വിട്ടുനിൽക്കുകയാണ്. ഈസ്റ്റർ അടുത്തതോടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ശക്തമായ ഡിമാൻഡാണുള്ളത്. ഇത് സ്റ്റോക്കിസ്റ്റുകളെ നിരക്കുയർത്താൻ പ്രേരിപ്പിക്കുന്നു. വൈറ്റ് പേപ്പർ വില ടണ്ണിന് $12,000 ഉയർത്തിയിരിക്കുകയാണ് മലേഷ്യ. ഇത് ജക്കാർത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്തോനേഷ്യൻ കയറ്റുമതിക്കാരെ $10,100 വില ഉയർത്താൻ പ്രേരിപ്പിച്ചു. വിയറ്റ്നാം $9,550 വിൽപ്പന. ലോക വിപണിയിൽ വെള്ളക്കുരുമുളകിനുള്ള ദൗർലഭ്യം കണക്കിലെടുത്താൽ വില ഇനിയും ഉയർന്നേക്കും. വിവിധ രാജ്യങ്ങളിൽ സ്റ്റോക്ക് നില അത്രമാത്രം ചുരുങ്ങിയിട്ടുണ്ട്. എന്നാൽ വിലക്കയറ്റം ഭയന്ന് ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ യൂറോപ്യൻ ബയർമാർ തയ്യാറല്ല. സാധാരണ കുരുമുളകിൽ നിന്നും വ്യത്യസ്തമായി വെള്ളക്കുരുമുളകിന്റെ തൊലി നീക്കം ചെയ്യുന്നതിനാൽ പെപ്പറിൻ ഉൾപ്പെടെയുള്ള ചില ഘടകങ്ങൾ ഇതിൽ നിന്നും നീക്കം ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കറുത്ത കുരുമുളക് പോലെയുള്ള രൂക്ഷമായ രുചിയോ എരിവോ ഇതിനില്ലെന്നാണ് യൂറോപ്യന്മാരെ വെള്ളക്കുരുമുളകിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ ക്ഷീരമേഖല കുതിപ്പിൽ. വിപണി മുന്നേറ്റത്തിനായി ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിൽ ശ്രദ്ധയൂന്നുകയാണ് കമ്പനികൾ. ഇന്ത്യയിലെ സംഘടിത പാലുൽപാദന വിപണി സമീപകാലത്തായി മികച്ച പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പുതിയ വിപണികൾ കണ്ടെത്തുന്നതിനും സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനായി ഉൽപ്പന്ന വിഭാഗങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കമ്പനികൾ. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലാഭക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധരും വ്യക്തമാക്കുന്നത്.
വിപുലീകരണ രീതി, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ ലാഭം വർദ്ധിപ്പിക്കുന്നു. പാൽ വിപണിയിലെ മുന്നേറ്റം ഉറപ്പാക്കുമ്പോൾ ഉയർന്ന ലാഭം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ നിന്നാണെന്ന് വ്യവസായ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. തൈര് പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലാണ് യഥാർത്ഥ ലാഭം നൽകുന്നത്. വിശാലമായ ഉപഭോക്തൃ അടിത്തറയെ ആകർഷിക്കുന്നതിനായി കമ്പനികൾ എത്ര വേഗത്തിൽ ഉൽപ്പന്ന പോർട്ട്ഫോളിയോകൾ നവീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് വളർച്ച നിർണ്ണയിക്കുന്നതെന്നാണ് കമ്പനി മേധാവികൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദേശീയ കാർഷിക വിപണന നയചട്ടക്കൂടിനെതിരെ പ്രതിഷേധവുമായി കർഷകർ. കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് ചട്ടക്കൂടെന്നാണ് ആരോപണം. രാജ്യത്തെ കാർഷിക വിപണിയിൽ സമഗ്ര മാറ്റങ്ങളുമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ദേശീയ കാർഷിക വിപണന നയ കരട് ചട്ടക്കൂടിനെതിരെ കർഷക കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ച രംഗത്ത്. കോർപ്പറേറ്റ് താൽപര്യങ്ങളുടെ സംരക്ഷണമാണ് പുതിയ കാർഷിക നയമെന്നാണ് പ്രതിഷേധക്കാരുടെ പക്ഷം. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിലേക്ക് കടന്നുകയറുന്ന കരടിലെ നിർദ്ദേശങ്ങൾ രണ്ടാം മോദി സർക്കാർ പിൻവലിച്ച 3 കാർഷിക നിയമങ്ങളെ പിൻവാതിൽ കൂടി നടപ്പിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും സംയുക്ത കിസാൻ മോർച്ച കുറ്റപ്പെടുത്തി. സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സംഘടിപ്പിച്ച കർഷക സമരത്തെ തുടർന്നായിരുന്നു സർക്കാർ നിയമങ്ങൾ പിൻവലിച്ചത്. കേന്ദ്രത്തിന്റെ കരട് ചട്ടക്കൂടിനെതിരെ പഞ്ചാബ് നിയമസഭ പ്രമേയം പാസാക്കിയതിനെ സംയുക്ത കിസാൻ മോർച്ച സ്വാഗതം ചെയ്തു. ഇതേ മാതൃകയിൽ മറ്റു സംസ്ഥാനങ്ങളും പ്രമേയം പാസാക്കണം. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളും അതിന് തയ്യാറാകണം. താങ്ങുവിലയടക്കമുള്ള വിഷയങ്ങളിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 220, RSS 5 215, ലാറ്റക്സ് 155, ജാതിക്ക 400, ജാതി പത്രി 2000 മുതൽ 2300 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 230, കാപ്പിക്കുരു 375, കൊക്കോ പരിപ്പ് 620, കുരുമുളക് ഗാർബിൾ 67400, കുരുമുളക് അൺഗാർബിൾ 65400, ഏലക്ക 2700 മുതൽ 2800 വരെ, വെളിച്ചെണ്ണ 22400, കൊപ്ര 17300, ചുക്ക് 22500.